പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാറ്റാത്തി എന്ന നോവലിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമ്മളിതിനു മുൻപേ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ സമരത്തിൽ ആണും പെണ്ണും മാത്രമല്ലല്ലോ, മുരളി ഉണ്ടല്ലോ. ആരാണ് ഈ മുരളി? ലൂസിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഒന്നാമത് ലൂസിക്ക് എല്ലാ ആൺകുട്ടികളുടെയും പേരറിയില്ല. രണ്ടാമത് ആരോടെങ്കിലും ചോദിച്ചറിയാൻ അവൾക്ക് ധൈര്യവുമില്ല. മുരളിയുടെ കൊലപാതകത്തെപ്പറ്റി ഈ നിമിഷം വരെ അവൾ കേട്ടിട്ടുമില്ല. എന്തോ എല്ലാവരും അറിഞ്ഞിട്ട് ലൂസി മാത്രം അറിയാത്തതാണോ? ചോരയിൽ കുളിച്ച് മുരളി മണ്ണിൽ കിടക്കുന്നത് മാത്രം അവളുടെ മനസ്സിൽ അങ്ങനെ പറക്കുന്നു. മുറിവുകളിൽ മണ്ണ് പറ്റിയിരിക്കുന്നു. അമ്മേ എന്ന് കരഞ്ഞ വായ അതേപടി തുറന്നിരിക്കുന്നു. അവൻ മുഖം ചരിച്ച് കമിഴ്ന്നു കിടക്കുന്നു. ഇവളാണ് ഈനൊക്കെ കാരണം. പിരിലൂസ് സമരം കാരണം സ്കൂള് വിട്ട് ഉച്ചവെയിലത്തൂടെ നടന്നു പോകുമ്പോൾ പെൺകുട്ടികൾ ലൂസിയെ കുറ്റപ്പെടുത്തി. ഞങ്ങളും ഇവിടെ പഠിക്കണോരണ്യാണ്, ഞങ്ങൾ ആരെയും ചെയ്തു ഒന്നും കാട്ടിയിട്ടില്ലല്ലോ, നിനക്ക് മാത്രം എന്തൂട്ടുന്ന ഒരു വിശേഷം. പെണ്ണുങ്ങളായ ഒത്തിരി അടക്കമൊക്കെ വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിനക്കിപ്പോൾ വല്ല ചേതണ്ടാ? പാവ മുരളി അതിൻ്റെ തന്തയ്ക്കും തളയ്ക്കും പോയി. ഏതണ്ടിയപ്പ ഈ മുരളി? നമ്മുടെ സ്കൂളിലെത്തിയ പെൺകുട്ടികൾ തീപ്പെട്ടിക്കൊള്ളി ഉരക്കുന്നത് പോലെ ചീറുന്ന ഒരു ജാതി നോട്ടം നോക്കി ലൂസി കത്തിപ്പോയി. വ്യസനത്തോടെ അവളും ഓർത്തു, ഏതാണാവോ ഈ മുരളി? അവൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു കിട്ടാൻ വേണ്ടി ലൂസിക്ക് പെടാപ്പാട് പെടേണ്ടി വന്നു. അവൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു കിട്ടാൻ വേണ്ടി ലൂസി പെടാപ്പാട് വിട്ടു. അവൾക്ക് വല്ല ഗോസലുണ്ടോന്ന് നോക്കിയേ. പെൺകുട്ടികൾ കൂട്ടത്തോടെ റോഡ് മുറിച്ചു കടന്ന് മറുവശത്തുകൂടിയായി നടത്തം. ഇനി നീ ഞങ്ങളോട് മിണ്ടാൻ വാട്ടാ, അപ്പ കാണിച്ചേരാ, അവർ അപ്പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. അതിലൊന്നും ലൂസിക്ക് വിഷമമില്ല. ഈ ലോകം മുഴുവൻ മിണ്ടിയില്ലെങ്കിലും ലൂസി ജീവിച്ചു പോകും. വീട്ടിലേക്കുള്ള വഴി തിരിയുന്നിടത്തെത്തിയപ്പോൾ വാണം വിട്ടതുപോലെ അവരുടെ മുന്നിലൂടെ ഒരു ഓട്ടം വെച്ചു കൊടുത്തു ലൂസി. പെൺകുട്ടികൾ അന്തം വിട്ട് നോക്കി നിന്നു. വെകിളിയാ വെകിളി, അവർ പറഞ്ഞു. വീട്ടിലെത്തുന്നത് വരെ ലൂസി ഓടി. വഴി നീളെ കണ്ടവരും വിചാരിച്ചു, ദന്ത് പറ്റിയിക്കടാ അവന്. പടി കടന്ന് വീടിന്റെ പിന്നിലൂടെ ലൂസി തൊഴുത്തിലേക്ക് ഓടി. രാവിലെ അമ്മിണിക്ക് പേറ്റുനോവ് കണ്ടിരുന്നു. തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ് അവള്. കരഞ്ഞിട്ടുണ്ട്. കണ്ണീരൊഴുകി ചെന്നികൾ നനഞ്ഞു കിടക്കുന്നു. ലൂസിയെ കണ്ടതും അമ്മിണിയുടെ സങ്കടം ഇരട്ടിച്ചു. 200 പേജിന്റെ പുസ്തകം പുല്ലുവട്ടിയിലേക്ക് എറിഞ്ഞ് പുല്ലുവട്ടിയിലൂടെ തന്നെ ചവിട്ടിക്കേറി ലൂസി അമ്മിണിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. പുല്ല് തിന്നിട്ടില്ല, കാടി കുടിച്ചിട്ടില്ല. എന്താ അത്? എത്തിയ രംഭ ബ്രിജിതയാണ്. അടുക്കള വരാന്തയിൽ നിന്ന് താഴേക്കുള്ള കരിങ്കല്ലിന്റെ ചവിട്ടുപടിയിൽ നിൽക്കുകയാണ്. പശു പ്രാണവേദന എടുത്ത് പെടയാൻ തുടങ്ങിയിട്ട് നേരെ എന്തോരായി എന്നറിയാ. പോയി ആ ചെക്കനെ വിളിച്ചോണ്ട് വാടി, ബ്രിജിത കൽപ്പിച്ചു. ലൂസി ചെക്കനെ വിളിക്കാൻ ഓടി. പാൽക്കാരി കുറുമ്പയുടെ പശുനോട്ടക്കാരനാണ് ചെക്കൻ. പശു പെറാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന്, ഏകദേശം എപ്പോ പെറുമെന്ന്, പെറ്റു വീഴുന്നത് പശുക്കുട്ടിയാണോ മൂരിക്കുട്ടനാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ അവൻ പറയും. പറഞ്ഞതൊന്നും തെറ്റാറില്ല. കന്നിപ്പേരാ ചെക്കൻ ചോദിച്ചു. ഉമ്മറത്തെ ചവിട്ടുകല്ലിലേക്ക് കാലും നീട്ടിവെച്ചിരുന്ന് ചൂലൊഴിയുകയാണ് കുറുമ്പ. താഴെ മുറ്റത്തിരുന്ന് കുട്ടനും ചെക്കനും ഓലമെടയുന്നു. നനഞ്ഞു കുതിർന്ന ഓലയുടെ മണം ലൂസിക്ക് ഇഷ്ടമാണ്. കുറുമ്പയുടെ കിണർ വീട്ടുമുറ്റത്താണ്. ലൂസി കിണറിന്റെ മതിലും ചാരി നിന്നു. എത്ര ഇടങ്ങഴി പാല് കിട്ടും? കുറുമ്പ ചോദിച്ചു. ലൂസി ചിരിച്ചു. ചൂലൊഴിയുന്ന പേനക്കത്തി കൊണ്ട് തല ചൊറിഞ്ഞ് കുറുമ്പ ചെക്കനോട് പറഞ്ഞു, ആ ഓലമടല മുഴുവനാക്കിയിട്ട് ഒന്ന് ചെന്ന് നോക്കറാ. ചുണ്ടിന്റെ ഒരറ്റത്ത് കടിച്ചു പിടിച്ച ബീഡിയുമായി ഇരുന്ന് ഓലമെടയുന്ന കുട്ടൻ ലൂസിയെ ഒന്ന് നോക്കി. ചോര കണ്ണൻ. ലൂസി മുഖം തിരിച്ചു.
കുട്ടൻ പെൺകുട്ടികളെ നോക്കിയാൽ അവർ പേടിച്ചു പോകും. ഓന്തിൻ്റെ പോലെ നോക്കി ചോര കുടിച്ചിട്ടാണ് കുട്ടൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നതെന്ന് ലൂസി കുട്ടിക്കാലത്ത് വിശ്വസിച്ചിരുന്നു. അവൾ ഓന്തിനെ എവിടെ കണ്ടാലും എറിഞ്ഞു ഓടിക്കുകയും കുട്ടനെ കണ്ടാൽ ഓടി ഒളിക്കുകയും ചെയ്തിരുന്നു. ഓന്തും കുട്ടനും പാവങ്ങളാണെന്ന് ഇപ്പോൾ ലൂസിക്കറിയാം. എന്നാലും അവൾക്ക് പേടിയാണ്. അവൾ മുഖം തിരിക്കും. മെടഞ്ഞ ഓലമടലുകൾ എടുത്തുകൊണ്ടുപോയി കുട്ടൻ വെയിലത്തിട്ടു. അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ചെക്കനെ നോക്കി ഒന്ന് മൂളുകയും ചെയ്തു. പൊയ്ക്കാളാനുള്ള അനുവാദമാണ്. ഉഴിഞ്ഞിട്ട ഈർക്കിലുകൾ കൂട്ടിപ്പിടിച്ച് നിലത്ത് കുത്തി അടിനിരപ്പാക്കി ഒരു ചൂലിനുള്ള വണ്ണമായോ എന്ന് നോക്കി കുറുമ്പ. അനുവാദം കൊടുത്തുകൊണ്ട് കുറുമ്പയും ഏറ്റുമൂളി. കുട്ടനും കുറുമ്പയും ഇങ്ങനെയാണ് മുക്കലും മൂളലും കൊണ്ട് കാര്യം കഴിച്ചു കൂട്ടും. വാക്കുകൾ വളരെ കുറവാണ്. ആരെങ്കിലും വീട്ടിൽ വരുന്നത് ഒരു തൊയിരക്കേട് പോലെയാണ് അവർക്ക്. രണ്ടാളും മുക്കി മൂളി അകത്തേക്ക് കയറിപ്പോകും. ഒരു ജാതി സ്വഭാവം. കുട്ടൻ കുറേ കൊല്ലം ജയിലിലായിരുന്നു. ഒന്നിനു പിന്നാലെ ഒന്നായി പല കേസുകളിൽ കുട്ടൻ ശിക്ഷിക്കപ്പെട്ടു. കള്ളക്കേസുകളായിരുന്നു എന്ന് പറയുന്നു. എല്ലാ ശിക്ഷകളും കഴിഞ്ഞ് 52ാമത്തെ വയസ്സിലാണ് കുട്ടൻ തിരിച്ചു വന്നത്. അതുവരെ പശുവിനെ നോക്കിയും പാല് വിറ്റും കുറുമ്പ ഒറ്റയ്ക്ക് ജീവിച്ചു. ആരെ കൊണ്ടും ആയിന്നും ആവൂന്നും പറയിപ്പിച്ചില്ല. ചെക്കൻ്റെ മുമ്പിൽ മടയാനുള്ള ഓലമടലുകൾ ഇനിയും കിടക്കുന്നുണ്ട് 3-4 അത് തീർക്കാതെ ചെക്കൻ എണീക്കുമെന്ന് തോന്നിയില്ല. ലൂസി കിണറ്റിൻ്റെ വാക്കല്ലും ചാരി നിന്നു. കിണറ്റിലേക്ക് എത്തിച്ചു നോക്കി. പുകയുടെ നിറമുള്ള വെള്ളം. വലിയ 2 അമ്പഴങ്ങളാണ് തുടിക്കാലുകൾ. ലൂസി ഒരമ്പഴത്തിൻ്റെ ഇല പൊട്ടിച്ച് ചുരുട്ടിക്കൂട്ടി തിന്നു. നല്ല പുളി. പ്രസിദ്ധമായ കിണറാണ്. കുട്ടനും കുറുമ്പയും കൂടി ഈ കിണറിൻ്റെ അങ്കിൽ അച്യുതമേനോനെ ഒളിപ്പിച്ചിരുത്തിയെന്ന് മരിയമ്പുരത്തുകാർ പറയുന്നു. പോലീസ് കുട്ടൻ്റെ വീട് തല്ലിപ്പൊളിച്ചു. കയ്യിൽ കിട്ടിയതൊക്കെ നശിപ്പിച്ചു. കുട്ടനെ പിടിച്ചുകൊണ്ടുപോയി. പാതിരാത്രിക്ക് മറിയപുരത്തിൻ്റെ 4 അതിരിലേക്കും കുറുമ്പയുടെ നിലവിളികൾ പാഞ്ഞു. തിരിഞ്ഞു നോക്കാൻ ഒരാളുണ്ടായില്ല. മറിയപുരത്തുകാർക്ക് പ്രേതങ്ങളെയും പോലീസിനെയും വലിയ പേടിയായിരുന്നു. കുറുമ്പയ്ക്കന്ന് 18 വയസ്സാണ്. അവളെ കെട്ടുന്നതുവരെ കുട്ടന് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരിയെ ഒരു കൂസലും കൂടാതെയാണ് അവൻ കെട്ടിക്കൊണ്ടുവന്നത്. ലൂസി പാല് കൊടുക്കുന്ന കൊച്ചുവേലായുധൻ്റെ ചായക്കടയിൽ വെച്ചാണ് കുറുമ്പയുടെ കഥ ലൂസി ആദ്യം കേട്ടത്. അച്യുതമേനോൻ കേറ്റി ചാടിയിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. കൊച്ചുവേലായുധേട്ടൻ്റെ ഭാര്യ കല്യാണി പറഞ്ഞു. എന്നാലും കുറുമ്പോട് ചെയ്തത് കുറേ കടുപ്പായിരുന്നു കേട്ടോ. മോൽക്കണ്ണ് വാതിലിൻ്റെ ഇടയിലാ വെച്ച് ഞെരിച്ചിട്ട് കഥക സാക്ഷിയിട്ടു ചെറുത്തമാര്. ജീവൻ പോണ നിലോളിന്ന് കേട്ടത്. ഞാൻ ശാന്തേനെ പെറ്റ് കിടക്കണ്. എന്തോ ഒരു നേരാ നിലോളി കേട്ടെന്നാ വിചാരം. ഒരു മനുഷ്യ കുഞ്ഞ് തിരിഞ്ഞു നോക്കില്ല. ഒടുക്കാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറിയാ ചെന്നത് നമ്മുടെ കോക്കാഞ്ചറ മറിയാൻ ചേർത്തിണ്. 36 തേറിയ പറഞ്ഞപ്പോഴാണ് നാട്ടുകാർക്കും ധൈര്യം കിട്ടിയത്. എല്ലാവരും കൂടിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. തിരിയാനും അറിയാനും കുപ്പായിടാനും പറ്റാണ്ട് 6 മാസമാണ് കുറുമ്പ കിടന്ന് നരകിച്ചേ. അന്ന് മറിയും ചേർത്തി കുറുമ്പര കുപ്പായത്തിൻ്റെ കയ്യാ കീറി കളഞ്ഞു ഇടിക്കാനുള്ള എളുപ്പത്തിന്. അതിൽ പിന്നെ കുറുമ്പ കൈയുള്ള കുപ്പായം ഇട്ടിട്ടില്ല. കൈയില്ലാത്ത കുപ്പായവും കഴുത്തിലിറുകെ കിടക്കുന്ന ചന്ദ്രമിന്നിമാലയും 9 കുമിളകളുള്ള വലിയ സ്വർണത്തോടെയും കെട്ടി എപ്പോഴും എണ്ണ കിനിയുന്ന ഉരുണ്ട മുഖവുമായി ലൂസി കാണുന്ന കുറുമ്പ വേറൊരുത്തിയാണെന്ന് ലൂസിക്ക് തോന്നാറുണ്ട്. കുറുമ്പയെ കാണുമ്പോഴൊക്കെ കുറുമ്പയുടെ മുലകൾ കാണണമെന്ന് ലൂസി ആഗ്രഹിച്ചിരുന്നു. ഓല മെടഞ്ഞു കഴിഞ്ഞ് ചക്കൻ പാറോത്തിൻ്റെ ഇല പറിച്ചെടുത്തു. പശുവിന് കൊടുക്കാനാണ്. ലൂസിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ചക്കൻ നടന്നു. ചക്കനും വാക്കു കുറവാണ്. മിണ്ടാത്ത 3 ആളുകളും കുറേ മിണ്ടാപ്രാണികളും 2 അമ്പഴമരവും 1 കിണറും. ലൂസി ചിരിച്ചു. ചക്കൻ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്തു മന്ത്രവാദമാണെന്നറിയില്ല ആമണി വെറ്റു. ബ്രിജീത്ത ഒരു സ്റ്റൂൾ എടുത്തിട്ട് തൊഴുത്തിനു മുന്നിൽ കുത്തിയിരിപ്പായി മറുകുട്ടി വീഴുന്നതും കാത്ത്. എന്തോട്ട് കാണാനാണ് നീ ഇവിടെ തൊള്ളിയും പൊളിച്ച് നിൽക്കണേ? പോടി അവിടുന്ന്. ബ്രിജീത്ത ലൂസിയെ ഓടിച്ചു. അമ്മിണിയുടെ പേര് കാണാൻ തനിക്ക് അവകാശമുണ്ടെന്ന് ലൂസി പിറുപിറുത്തു. അതിന് അവൾ തൊഴുത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കേണ്ടി വന്നു. ചക്കൻ അമ്മിണിയെ പാറോത്തിൻ്റെ ഇല തീറ്റിച്ചു. പാറോത്തിൻ്റെ ഇല കൊടുത്താൽ മറുകുട്ടി വേഗം വീഴും. ചക്കൻ്റെ കൈയും കൂടി കടിച്ചു തിന്നാനുള്ള ആർത്തി കാണിച്ചു അമ്മിണി.
പെറ്റ വയറണേ, ആനേനെയാ തിന്നാനുള്ള വിശപ്പുണ്ടാവും. ചക്കൻ ബ്രിജീത്തയോട് പറഞ്ഞു. ബ്രിജീത്ത ശരി വെച്ചു. ഇവർക്ക് രണ്ടാൾക്കും എങ്ങനെയാണാവോ പെറ്റ വയറിന്റെ വിശപ്പറിയുക? എണീറ്റ് നിൽക്കാൻ നോക്കുമ്പോഴേക്കും ഉരുണ്ടു പരണ്ട് വീണ മൂരിക്കുട്ടനെ നോക്കുമ്പോൾ ലൂസിയുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു നിലവിളി പൊങ്ങി. ആരാണ് മുരളി? അതിൻ്റെ കാരണം എന്താണെന്ന് ലൂസിക്കറിയില്ല. പിന്നെ 3 ദിവസത്തേക്ക് ലൂസിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. പരീക്ഷ മുടങ്ങി. ചൊവ്വ, ബുധൻ, വ്യാഴം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. അവൾ പശുവിനെ കുളിപ്പിച്ചും പുല്ലരിഞ്ഞും പരുത്തിക്കൊട്ട അരച്ചും ചാണകം വാരിയും തൊഴുത്ത് കഴുകിയും നടന്നു. കാലുറയ്ക്കാത്ത മൂരിക്കുട്ടൻ പിടഞ്ഞു വീഴുമ്പോഴൊക്കെ മുരളിയെ ഓർത്ത് നടുങ്ങി. ക്ഷീണം കൊണ്ട് ചത്തതുപോലെ ഉറങ്ങി. വെള്ളിയാഴ്ച രാവിലെ ലൂസി കുളിച്ച് മുടി മെടഞ്ഞിട്ട് 200 പേജിന്റെ നോട്ട് പുസ്തകവും എടുത്ത് സ്കൂളിലേക്ക് പുറപ്പെട്ടപ്പോൾ ബ്രിജീത്ത ചോദിച്ചു, എങ്ങണ്ടേ പരീക്ഷയ്ക്ക്? ബ്രിജിത്തയ്ക്ക് എല്ലാ പരീക്ഷകളെയും പേടിയായിരുന്നു. പരീക്ഷകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥന ബ്രിജീത്ത മുടക്കാറില്ല. പശുവെറ്റതുകൊണ്ട് 7 ദിവസം സ്കൂളിൽ പോകണ്ടെന്ന് കൽപ്പിക്കാനാണ് ബ്രിജീത്ത വായ തുറന്നത്. ലൂസിക്ക് പരീക്ഷയാണെന്ന് കേട്ടപ്പോൾ ബ്രിജീത്ത കനപ്പിച്ച് ചോദിച്ചു, അതിന് നീ വല്ല പരീക്ഷയും ജയിക്കുവോ? ലൂസി മിണ്ടിയില്ല. കണക്ക് പരീക്ഷയാണ്, ലൂസിക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് വേവലാതിയുമില്ല. വേണ്ടി വന്നാൽ ഉത്തരക്കടലാസിൽ ചോദ്യക്കടലാസ് പകർത്തി വെക്കും. ചോദ്യങ്ങളെല്ലാം അങ്ങനെ ഉത്തരങ്ങളായി മാറും. അതിനുവേണ്ടിയാണോ ലൂസി ഓടിപ്പിടച്ച് സ്കൂളിൽ പോകുന്നത്? ലൂസിക്ക് അറിയാം സ്കൂളിലേക്കുള്ള വഴി നീളെ. സ്കൂളിലെത്തിയാൽ ഓരോ അടിവെപ്പിലും ലൂസിയുടെ കണ്ണുകൾ തുമ്പികളെ പോലെ പറന്നുകൊണ്ടിരിക്കും. സേതുവിനെ കാണാതിരിക്കാൻ. ലൂസി ചെല്ലുമ്പോൾ പരീക്ഷയില്ല, സേതുവില്ല, കുട്ടികളില്ല, ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. പൊക്കോ സമരം കഴിഞ്ഞിട്ട് വന്നാ മതി, വാച്ച്മാൻ പറഞ്ഞു. ലൂസി അമ്പരന്നു നിന്നു. സമരാ? ചീറ്റിപ്പറ്റി നിൽക്കണ്ട, പോ, വാച്ച്മാൻ ചീത്ത പറഞ്ഞു. തിരിഞ്ഞു നടക്കുമ്പോൾ ഇവളാണ് ഇതിനൊക്കെ കാരണം എന്ന് പെൺകുട്ടികൾ കുറ്റപ്പെടുത്തിയത് ലൂസി പേടിയോടെ ഓർത്തു. വഴിയിൽ വെച്ച് ലൂസിയെ നോക്കിയവരൊക്കെ കുറ്റപ്പെടുത്തും പോലെയാണ് നോക്കുന്നതെന്ന് ലൂസിക്ക് തോന്നി. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ലൂസിക്ക് പാതി അറിവുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, മുരളിയെ കൊന്നതിന് കാരണക്കാരി ഞാനാണോ? അക്കാലത്തെ എറണാകുളം തേവര കോളേജിലെ വിദ്യാർത്ഥി മുരളിയുടെ മരണം വിദ്യാഭ്യാസ മേഖലയെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാപ്പുതരില്ല മുദ്രാവാക്യങ്ങളുടെ പൊരുളഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുരളിയെ കൊന്ന പാപ്പഭാരവും നെഞ്ചിലേറ്റി പാവം ബിരിലൂസ് ഉറക്കം വരാതെ കിടന്നുരുണ്ടു. തട്ടിയും തടഞ്ഞും ഉരുണ്ടും പിരണ്ടും ഒടുവിൽ എണീറ്റു നിന്ന മൂരിക്കുട്ടൻ അതിൻ്റെ ഉറയ്ക്കാത്ത ഒച്ചയിൽ കരഞ്ഞു വിളിച്ചു, ബാ. ഞായറാഴ്ച രാവിലെ 1ാമത്തെ കുർബാന കഴിഞ്ഞ് ലൂസിയും ബ്രിജീത്തയും ഇറച്ചി വാങ്ങാൻ പോയി. ആഴ്ചയിൽ ഒരിക്കലാണ് ബ്രിജീത്ത ഇറച്ചി വാങ്ങുക. പള്ളിയിൽ പോകുമ്പോൾ തലയിലിട്ടിരുന്ന നെറ്റ് ലൂസി മടക്കി ചുരുട്ടി പിടിച്ചു. അവളെ കണ്ടതും ഇറച്ചി വെട്ടുകാരൻ കൊച്ചാപ്പു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദേ വരണ്ടാ വെട്ടിക്കൂട്ട്. ഇറച്ചിക്കടക്കാരൊക്കെ കൂടി ഒരൊറ്റ ചിരി. തൂക്കിയിട്ട ഇറച്ചിക്കൊരുവുകൾ ഞെട്ടി. ലൂസി തല കുനിച്ചു. ഇറച്ചിവെട്ടുകാർ പറയുന്നത് ശരിയാണ്. ബ്രിജീത്ത ഒരു നക്കിത്തള്ളയാണ്. പിശുക്കി, പിശുക്കി. വെട്ടിക്കൂട്ട് എന്ന് വിളിക്കുന്നത് ബ്രിജീത്തയെ ആണെങ്കിലും കൊള്ളുന്നത് ലൂസിക്കാണ്. ഇറച്ചിവെട്ടുകാരുടെ നോട്ടം മുഴുവൻ ലൂസിയുടെ നേർക്കാണ്. ലൂസിയുടെ നേർക്കെന്നാൽ ലൂസിയുടെ നെഞ്ചത്തേക്കാണ്. ലൂസി തല കുനിച്ചു നടന്നു. തോളുകൾ മുന്നോട്ട് വളച്ചു പിടിച്ചു. നെഞ്ചും വയറും എക്കിപ്പിടിച്ചു. അങ്ങനെയൊക്കെയാണ് ലൂസി നോട്ടം കൊള്ളാതെ രക്ഷപ്പെടുന്നത്. ഇറച്ചി വെട്ടുകാരുടെ മാത്രമല്ല, മറിയാപുരത്തെ ഒരുമാതിരിപ്പെട്ട ആണുങ്ങളുടെ മുഴുവൻ. ബ്രിജീത്തയ്ക്ക് യാതൊരു കൂസലുമില്ല. കസവുമുണ്ട്. മയങ്ങികളായ 2 മുലകളെ പുതപ്പിച്ചു വെച്ച് തലയും പൊക്കി പിടിച്ച് ഇടത്തും വലത്തും നോക്കി വടിയും കുത്തി ഒരു നടത്തമാണ്. അത് കണ്ടാൽ മറിയാപുരത്തെ ഇറച്ചിവെട്ടുശാലയിൽ നടക്കുകയാണെന്നല്ല തോന്നുക. തുറന്നു വെച്ച കാറിൽ എഴുന്നേറ്റ് നിന്ന് ഇന്ദിരാഗാന്ധി പോകുന്നത് ലൂസി കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ഇതിനേക്കാളും വിനയുണ്ടായിരുന്നു. തൂങ്ങിക്കിടക്കുന്ന ഇറച്ചിക്കുറവുകളുടെ ഇടയിൽ കൊച്ചാപ്പുവിൻ്റെ പിത്തം പിടിച്ച മോന്ത എത്ര കണ്ണു താഴ്ത്തി നടന്നാലും ലൂസി കാണും.
അത് കാണാൻ ലൂസിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാവും. ഒരു 100 വട്ടം അവളുടെ കണ്ണുകൾ അയാളുടെ മുഖത്തേക്ക് പറക്കും. അപ്പോൾ തന്നെ തിരിച്ചു പറക്കുമ്പോൾ അവൾ വിചാരിക്കും, ആസത്ത് കൊച്ചാപ്പു മുതുക്കൻ ആയിട്ടും വാറ് ട്രൗസർ ഇട്ടുകൊണ്ടുള്ള അയാളുടെ ഒരു നടത്തോ വാളിച്ച ചിരിയും പോട്ട നോട്ടവും ഒരു റാത്തിൽ വെട്ടിക്കൂട്ട്. ബ്രിജീത്ത കനപ്പിച്ചു പറഞ്ഞു. ലൂസി തല പൊന്തിക്കുകയോ കൊച്ചാപ്പുവിനെ നോക്കുകയോ ചെയ്തില്ല. എന്തുട്ടിനാ, പട്ടിക്ക് കൊടുക്കാനാ? കൊച്ചാപ്പു പരിഹസിച്ചു. അതിനെ നീ കടന്ന് കുരയ്ക്കണത് ഇവിടെയല്ലേ? ബ്രിജീത്ത തിരിച്ചടിച്ചു. കൊച്ചാപ്പു ഇളിഞ്ഞിട്ടുണ്ടാവും, നിലത്ത് നോക്കി നിൽക്കുന്നത് കാരണം കാണാൻ പറ്റില്ലല്ലോ. എന്നാലും കൊച്ചാപ്പു ഇളിഞ്ഞത് അന്തരീക്ഷത്തിലുണ്ട്. എന്തൂട്ടാ എൻ്റെ ബ്രിജീത്തേച്ചിയെ, എന്നും കൊന്നു ഈ വെട്ടിക്കൂട്ട് വാങ്ങണേ? ശകരം കാശാ ചെലവാക്കി ഇത്തിരി നല്ല ഇറച്ചി വാങ്ങി തിന്നൂടെ പണ്ടാറടങ്ങാൻ? എന്നിട്ട് ഇനി ഇതൊക്കെ ഒന്ന് തിന്നു നോക്കണേ ചത്തട്ടാ. ഇത് കണ്ട ഒന്നാന്തരം പോത്ത്. കൊച്ചാപ്പു ഇറച്ചിക്കൊറുവിൽ തട്ടി ഒച്ച കേൾപ്പിച്ചു. ടെട്ടെ. എങ്ങനെ ധൈര്യം വന്നു കൊച്ചാപ്പുവിന് ബ്രിജീത്തയോട് ഇത് പറയാൻ? വടി ഓങ്ങാൻ ബ്രിജീത്തയുടെ കൈ തരിക്കുന്നത് ലൂസി കണ്ടു. ഭാഗ്യത്തിന് വടി നിലത്തു കുത്തി നാക്കുകൊണ്ടാണ് തല്ലിയത്. നീ ഓടായക്ക, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ തിന്നും, നിനക്ക് ഇഷ്ടമുള്ളത് നീയാ തിന്നോ. എന്നിട്ട് ബ്രിജീത്ത ലൂസിയോട് കൽപ്പിച്ചു, സഞ്ചി കൊടുക്കറേ. കൊച്ചാപ്പു അടങ്ങി. അവൻ സിനിമാ പാട്ട് പാടാൻ തുടങ്ങി. തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല. തൊട്ട് നോക്ക, അപ്പ കാണാം. ബ്രിജീത്ത മുറുമുറുത്തു. ഇവിടെന്നും ഇവിടുന്നും പറക്കിക്കൂട്ടിയതും മരമുട്ടിമേലി വെച്ച് വെട്ടിക്കൂട്ടിയതുമായ ഇറച്ചി കഷ്ണങ്ങളും എല്ലിൻ തുണ്ടുകളും കൊഴുപ്പ് കഷ്ണങ്ങളും മരമുട്ടിമേൽ വെച്ച് വെട്ടിക്കൂട്ടിയതും ഇവിടുന്നും പെറുക്കി കൂട്ടിയതും മരമുട്ടിമേൽ വെച്ച് വെട്ടിക്കൂട്ടിയതും ആയ ഇറച്ചി കഷ്ണങ്ങളും എല്ലിൻ തുണ്ടുകളും കൊഴുപ്പ് കഷ്ണങ്ങളും ഒക്കെ കൂടി തേക്കിലയിൽ പൊതിഞ്ഞ് പാളവള്ളി കൊണ്ട് കെട്ടി കൊച്ചാപ്പു സഞ്ചിയിലേക്കിട്ടു. നഖങ്ങൾക്ക് ചുറ്റും ചോര പുരണ്ട അവൻ്റെ വിരലുകൾ ലൂസി കണ്ടു. ലൂസി മുഖത്തേക്ക് നോക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ കൊച്ചാപ്പു ലോകം മുഴുവനും കേൾക്കുന്ന ഒച്ചയിൽ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഹോറ നശൂലങ്ങളുണ്ട്, നല്ലത് തിന്ന് ചാവാൻ യോഗമില്ലാത്തോറ്റ. എന്തോരം കാശുണ്ടായാലും ചണ്ടിയും പണ്ടാരവും മതി. കൊച്ചാപ്പു മനഃപൂർവ്വം ലൂസിയുടെ നെഞ്ഞത്തേക്ക് നോക്കി. മോന്തക്കുറ്റിക്ക് ഒന്ന് കൊടുക്കുക വേണ്ടേ? ബ്രിജീത്ത പറഞ്ഞു. എന്നിട്ട് വെട്ടിക്കൂട്ടിൻ്റെ വില എറിഞ്ഞു കൊടുത്തു. ഇതെത്തള്ളേ? കൊച്ചാപ്പുവിന് ദേഷ്യം വന്നു. പോട്ടെ. ഇറച്ചിക്കടകളാകെ ചിരിയുടെ ഭൂകമ്പത്തിൽ കുലുങ്ങി. കാശ് കയ്യിലില്ലാഞ്ഞിട്ടല്ല ബ്രിജീത്ത വെട്ടിക്കൂട്ട് വാങ്ങുന്നത്. വെട്ടിക്കൂട്ട് ലൂസിക്ക് വേണ്ടിയാണ്. നിനക്ക് ഒരാൾക്ക് തിന്നാനല്ലേ? എല്ലിൻ്റെ ഉള്ളിലാണ് സത്തിരിക്കണേ. ഓ, അതെങ്കിൽ അത്. ലൂസിയും ഒന്നും പറയാറില്ല. കിണറ്റുകരയിൽ കൊണ്ടുപോയി വലിയ വട്ടച്ചെമ്പിലിട്ട് 5-6 തവണ ലൂസി വെട്ടിക്കൂട്ട് ഒലുമ്പിക്കഴുകി. വിളറി വെളുത്ത ഇറച്ചി കഷ്ണങ്ങൾ വട്ടച്ചെമ്പിലെ വെള്ളത്തിൽ പൊന്തിക്കിടന്നു. കൊഴുപ്പ് ലൂസിയുടെ വിരലുകളിൽ ഒട്ടിപ്പിടിച്ചു. എല്ലിൻ തുണ്ടുകൾ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി. ഇറച്ചി കഷണങ്ങളെല്ലാം പെറുക്കിയെടുത്ത് പുരാതനമായ മൺകലത്തിലേക്ക് ഇടുന്നതുവരെ ബ്രിജീത്ത മേൽനോട്ടത്തിലുണ്ടാവും. അത് ബ്രിജീത്തയ്ക്കുള്ളതാണ്, ബാക്കിയുള്ളതൊക്കെ ലൂസിക്ക്. എല്ലിൻ്റെ ഉള്ളിലാണ് സത്ത്. ലൂസി ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും ചതച്ച് ഇറച്ചി കഷ്ണങ്ങൾക്ക് മീതെ ഇട്ടു. പാകത്തിന് ഉപ്പ്, മുളകും മല്ലിയും വറുത്തു പൊടിച്ചത്, മഞ്ഞൾപ്പൊടി. ലൂസിക്ക് കൈപുണ്യമുണ്ടെന്ന് ബ്രിജീത്ത നാട്ടുകാരോടൊക്കെ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. അതെന്തായാലും ഓരോന്നിനും ലൂസി എടുക്കുന്ന അളവ് കൃത്യമായിരിക്കും. ലൂസി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇറച്ചിയിൽ ഒഴിച്ച് നന്നായി കൂട്ടി തിരുമ്മി. ലൂസിക്ക് കിട്ടേണ്ട മണം കിട്ടുന്നത് വരെ. പിന്നെ ഇറച്ചിക്കലം അടുപ്പത്ത് വെച്ചു. ഇനി ചെറു തീയിൽ വെന്തു കുറുകട്ടെ. എന്നിട്ട് വേണം വലിയ ഇരുമ്പു ചീനച്ചട്ടിയിലേക്ക് മാറ്റാൻ. മൂക്കാത്ത തേങ്ങ കൊത്തി അരിഞ്ഞിട്ടതും ഇത്തിരി പെരിഞ്ചീരകം പൊടിച്ചതും വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചതും ഒരു താൾ കറിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി വരട്ടി എടുക്കണം ചെറു തീയിൽ. എരിവ് പോരെങ്കിൽ കുരുമുളക് പൊടിച്ചതേ ചേർക്കാവൂ. കടും നിറമാകുന്നത് വരെ വരട്ടണം. അത് ബ്രിജീത്തയ്ക്കുള്ളതാണ്. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് അതും കൂട്ടിയാണ് ബ്രിജീത്ത 2 കുപ്പി കള്ളു കുടിക്കുക. ലൂസിക്കുള്ള വെട്ടിക്കൂട്ട് കൊള്ളിക്കിഴങ്ങോ ചേമ്പോ ചേനയോ കൂട്ടിട്ട് തേങ്ങ വറുത്തരിച്ച ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കുക. ഇറച്ചി വരട്ടിയതും കൂട്ടി കള്ളു കുടിക്കുമ്പോൾ ബ്രിജീത്തയ്ക്ക് ദേഷ്യം വന്നു.
എല്ലാത്തിനും കാരണക്കാരൻ കൊച്ചാപ്പുവാണ്. ശവി, ഇനി അവൻ്റെ കടയിൽ നിന്ന് ഇറച്ചി മേടിക്കണ്ട. എന്തുട്ടണത്? പട്ടീരെ ഇറച്ചിയാ? കടിച്ചാ പൊട്ടാത്ത സാധന. ഞായറാഴ്ചത്തെ കള്ളുകുടി കഴിഞ്ഞാൽ ബ്രിജീത്ത കിടക്കയിലേക്ക് ചരിയും. ഫാൻ ഇട്ടാലും ഒരു വിശേഷപ്പെട്ട വിശറി കൊണ്ട് തുരുതുരാ വീശിക്കൊണ്ടിരിക്കും. ഞായറാഴ്ച വിശറി എന്നാണ് ലൂസി അതിനെ വിളിക്കുന്നത്. അരികിൽ നിറം മങ്ങിയ സ്വർണ്ണത്തൊങ്ങലുള്ള ചുവന്ന പട്ടുവിശറി ബ്രിജീത്തയ്ക്ക് ആരോ സമ്മാനിച്ചതാണ്. അതാരാണെന്ന് ബ്രിജീത്ത ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞായറാഴ്ചകളിൽ മാത്രം പുറത്തെടുക്കുകയും കാറ്റുണ്ടായാലും വീശുകയും നെഞ്ചിൽ ചേർത്ത് വെച്ച് ഉറങ്ങുകയും ചെയ്യുന്ന ആ വിശറിയെപ്പറ്റി ലൂസി ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേത് കഥയാണ് ശരിയെന്ന് ലൂസിക്കറിയില്ല. അങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രിജീത്ത ലൂസിയെ ഉപദേശിക്കും. നിന്റെ അമ്മ നിന്നെ ഇട്ടിട്ട് പോകുമ്പോൾ നീ ദേ ഒരു പുഴുവിൻ്റെ അത്രയ്ക്കുള്ളോ കാണ്ടറയ്ക്കും. എത്രാമത്തെ തവണയാണ് ലൂസി ആ പുഴുവിൻ്റെ കഥ കേൾക്കുന്നത്? ബ്രിജീത്ത വിരലിന്മേൽ നീളം പിടിക്കുമ്പോൾ ചിലപ്പോൾ പുഴു വലുതാകും, ചിലപ്പോൾ ചെറുതാകും. അതേ ഉള്ളു വ്യത്യാസം. അമ്മയെപ്പറ്റി ലൂസി കുറേ കേട്ടിട്ടുണ്ട്. മുഴുവനും തെറികളാണ്. അപ്പനെപ്പറ്റി ബ്രിജീത്ത ഒരക്ഷരം പറഞ്ഞിട്ടുമില്ല. അപ്പൻ ആരായിരിക്കും? അതോ ലൂസിക്ക് അപ്പനില്ലേ? അമ്മയ്ക്ക് മാത്രമുണ്ടായ ഒരു കുട്ടിയെ പോലെ അവളുടെ ജീവിതത്തിൽ അപ്പൻ ഒരു ഇരുട്ടായി തുടർന്നു. ആ ഇരുട്ട് മാറി കിട്ടണമെന്നൊന്നും ലൂസി ആഗ്രഹിച്ചില്ല. അമ്മയും അപ്പനും ഇട്ടിട്ട് പോയത് കൊണ്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് ലൂസിക്ക് തോന്നിയില്ല. അവർക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ? ലൂസിക്ക് എന്തായാലും ലൂസിയെ വേണം. ലൂസി പാത്രങ്ങൾ മൂറിക്കമിഴ്ത്തി പതിയമ്പുറം തുടച്ചു വൃത്തിയാക്കി അടുക്കള കഴുകി കൈക്കല തുണികൾ കഴുകി വിരിച്ചിടുമ്പോൾ ചൂട്ടഴിക്ക് അപ്പുറത്തുകൂടി ഒരു വലിയ വിഴുപ്പുകെട്ട് നീങ്ങിപ്പോകുന്നത് കണ്ടു. അതിൻ്റെ ചോട്ടിൽ ചൊറോണയുണ്ട്. ലൂസി എത്തി നോക്കി. ചൊറോണയെക്കാളും മുമ്പേ വരുന്ന അവളുടെ 4 പല്ലുകൾ കണ്ടു. ആഴ്ചയിൽ 2 ദിവസമാണ് ചൊറോണ അലക്കിയ തുണികൾ കൊണ്ടുവരിക. ബുധനാഴ്ചയും ഞായറാഴ്ചയും. കൂടെ ഏതെങ്കിലും 2 അപകട കഥകളും കൊണ്ടുവരും. പത്രത്തിൽ കണ്ട എല്ലാ അപകട കഥകളും മറിയപുരത്തിൻ്റെ ഇട്ടാവട്ടത്ത് നടന്നതായിട്ടാണ് ചൊറോണ വിവരിക്കുക. ബസ് ഇടിച്ചത്, കിണറ്റിൽ വീണത്, വെട്ടുംകുത്തും ഉണ്ടായത്, വിഷം കുടിച്ചത്, പട്ടി കടിച്ചത്, അങ്ങനെ ഒടുങ്ങാത്ത അപകട കഥകൾ. ഓരോ കഥ പറയുമ്പോഴും ചൊറോണയുടെ പല്ലും ചുണ്ടും കണ്ണും കൈയും കാലുമൊക്കെ അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കും. നേരോ നുണയോ ആർക്കറിയാം. പാവാടയിൽ കൈ തുടച്ച് ലൂസി അപകട കഥ കേൾക്കാൻ ഓടി വന്നു. ഓപ്പൻ വന്നു. എടുത്താൽ പൊന്താത്ത തുണിക്കെട്ടും തലയിൽ വെച്ച് ചൊറോണ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. ലൂസിക്ക് ഓപ്പനെ അറിയില്ല. അവൻ വന്നതിൽ അത്ഭുതപ്പെടാനുമില്ല. ലൂസി ചൊറോണയുടെ തുണിക്കെട്ട് പിടിച്ചിറക്കിക്കൊടുത്തു. നീ ഇത് കേക്കടിയേ ലൂസി മോളെ. പടിഞ്ഞാറേ അങ്ങാടിയിൽ തുണി കൊടുത്തിട്ട് വലിയ വെട്ടോഴിയിലേക്കാ കയറിയതാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കൊച്ചുവേലായുധേട്ടൻ്റെ ചായപ്പീടിയേരെ മുമ്പിലുണ്ട്. ആട് കൂടിയേക്കണു. ഇടുത്താ പൊന്താത്ത പണ്ടാറക്കട്ടല്ലേ നമ്മുടെ തലയിൽ. ഓടാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ ഓടി ചെന്നാ നോക്കുമ്പോൾ എന്തുട്ടാ പൂരം. ചായപ്പീടിയേരെ മുറ്റത്തിരുന്നിട്ടേ 100ൻ്റെ നോട്ടാ കത്തിച്ച് ചായ തിളപ്പിക്കണു ഒരു കിണ്ണം കാച്ചി ചെക്കൻ. കടന്നലും കൂട് ഇളകിയ പോലെയാണ് ആളുകൾ ഇളകണേ. എൻ്റെ പൊന്നും കൂടെ പറപ്പേ. നെറൂൻ്റെ തലയില്ല 100ൻ്റെ നോട്ടോളാണ് ഈ കത്തിക്കണേ. കൊച്ചു വേലായുധേട്ടൻ താടിയുമ തീ പിടിച്ചോണ ശരശരാന്ന് തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. കത്തിക്കണ്ടാവോപ്പാ. നിനക്ക് വേണ്ടിയെങ്കിൽ ഞങ്ങൾക്ക് തന്നറാന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ആര് കേൾക്കണു? അവൻ ദേ നോട്ടിൻ്റെ മൂലയ്ക്കാ പിടിച്ച് അങ്ങോട്ട് ഇങ്ങനെ 2 തട്ടാ തട്ടും, തീയിലിക്കാ കാട്ടും, അതാ കത്തും. ഇക്കത് കണ്ടിട്ട് സഹിച്ചില്ല പൊന്നുമോളെ. ഉമ്മക്കൊരു 10 പൈസ കിട്ടാൻ എന്തോരാളുകളുടെ കോണം തിരുമ്മിയിട്ട് വേണം. ഇൻ്റെ നെഞ്ചായി ഇടിഞ്ഞു ചെമ്മാന്ത്രം. ചായവെള്ളം വേഗം തളിച്ചു. എൻ്റെ അമ്മോ, നിലം കുഴിഞ്ഞിട്ടുണ്ടാവും ലൂസി വിചാരിച്ചു. ഇങ്ങനത്തെ നുണ പറഞ്ഞാൽ നിലം കുഴിയാണ്ടിരിക്കുമോ? നുണയല്ലടി ലൂസിയോളെ, നുണയല്ല. ചൊറോണരെ കണ്ണ് 2ഉം പൊട്ടിയാ പൊക്കോട്ടെ, 5 മക്കളും ചത്താ പൊക്കോട്ടെ, ചൊറോണരെ ശങ്കരൻ തെങ്ങുമെന്നാ വീണോട്ടെ. ഞാൻ പറഞ്ഞത് നോണിയല്ല. അല്ലെങ്കിൽ വേണ്ട, ഈ പോയി കൊച്ചു വേലായുധേട്ടനോട് ചോദിച്ചോക്ക്. ഇത്രയൊക്കെ സത്യം ചെയ്താൽ വിശ്വസിക്കാൻ തോന്നും. ലൂസി നെറ്റി ചുളിച്ച് ചെറോണയെ നോക്കി. ചെറോണ
അതെ എന്ന് ഉറപ്പിക്കുന്ന മട്ടിൽ തലയാട്ടി ചിരിച്ചു. ചിരിച്ചാലും ഇല്ലെങ്കിലും ചൊറോണയുടെ 4 പല്ലുകൾ പുറത്താണ്. ചൊറോണ വായ അടച്ചു വെച്ച് ലൂസി കണ്ടിട്ടില്ല. പൊന്തിയ പല്ലൊക്കെ വളഞ്ഞും തിരിഞ്ഞും ഏങ്കോണിച്ചും നിൽപ്പാണ്. പല്ലുകൾക്ക് എന്തൊരു ഭയങ്കര നീളമാണ്. ചൊറോണ കടിക്കുന്ന ഒരു ജന്തുവാണെന്ന് തോന്നും. പക്ഷേ ചോമ ചൊറോണയുടെ കറുത്ത മുഖത്തെ നിറഞ്ഞു വെളുത്ത ചിരി പ്രസിദ്ധമാണ്. ചിരിക്കാൻ എന്തിനാണ് നല്ല പല്ലുകൾ? ചിരിക്കാൻ സ്നേഹം മാത്രമാണ് ആവശ്യം എന്ന് ആർക്കും തോന്നിപ്പോകും. ദേ ഇരിക്കുന്നു മുണ്ട്. 36ടെ 3 മുണ്ട്, 3 കുപ്പായം, തോർത്ത്. ലൂസി മോളുടെ വെള്ളപ്പാവാട. എന്നാ പിടിച്ചോ. നിർത്തി നോക്കിയേ. കുരുവിമാർക്ക് പൂനീല മുക്കിയേക്കണേ, കട്ടനീലല്ല. ചൊറോണ ഹൃദയം തുറന്ന് ചിരിച്ചു. അലക്കിയ തുണികൾ ഒന്നിനുമീതെ ഒന്നായി അടുക്കി വെച്ചു. അകത്തു നിന്ന് വടി പുറപ്പെടുന്നത് കേട്ട് അവൾ എഴുന്നേറ്റു. വടിയും കുത്തി കൊച്ചി മഹാരാജാവിൻ്റെ ഗമയിൽ ബ്രിജീത്ത വന്നു. അടുക്കളയുടെ വിശാലമായ ഉമ്മറത്തേക്ക് ബ്രിജീത്ത കടന്നു വന്നാൽ ഇരിക്കാൻ ഒരു ചാരുകസേര ഇട്ടിട്ടുണ്ട്. ലൂസി പിടിച്ചിരുത്തി. നീയെന്താ എൻ്റെ മുണ്ട് കൊണ്ടുവരാൻ ഇത്ര വയ്യേ? ബ്രിജീത്ത ചോദിച്ചു. ചൊറോണ ചിരിച്ചു. പുഴുങ്ങി അലക്കി കഞ്ഞി നീലോ മുക്കി വെയിലത്തുണക്കിയ 3 മുണ്ടും 3 കുപ്പായവും 3 തോർത്തും ചൊറോണ ബ്രിജീത്തയുടെ നേരെ നീട്ടി. അലക്കിൻ്റെ സുഖകരമായ മണം ചുറ്റും പരന്നു. ഇതെന്താണ്? തിണ്ണയുടെ മുകളിൽ ഇരുന്ന് പേടിച്ച് വരക്കുന്ന ലൂസിയുടെ വെള്ളപ്പാവാട ചൂണ്ടിക്കാട്ടി ബ്രിജീത്ത ചോദിച്ചു. ലൂസി കണ്ണു കുനിച്ചു നിന്നു. കണ്ണടയ്ക്കും പുരികത്തിനും ഇടയിലൂടെ തുളച്ചു നോക്കിക്കൊണ്ട് ബ്രിജീത്ത ലൂസിയോട് ചോദിച്ചു. ഇതാരാ അലക്കാൻ കൊടുക്കാൻ പറഞ്ഞേ? ചൊറോണ പാവാട എടുത്ത് ലൂസിയുടെ കയ്യിൽ കൊടുത്തു. ഒന്നും സാരമില്ലാടോ എൻ്റെ മാപ്പിളച്ചിയാരെ. ആ കിടാവിൻ്റെ പള്ളിയെ പോണ പാവാടയാണ്. അതലക്കേൻ്റെ കാശ് എനിക്ക് വേണ്ട. തരാനും പോണില്ല. ബ്രിജീത്ത മുണ്ടിൻ്റെ മടിക്കുത്തഴിച്ചു. 3 3 6 3 9 പൂനീലം മുക്കിയത്. എന്നാ പിടിച്ചോ. കാശ് കൊടുക്കുമ്പോൾ ബ്രിജീത്തയുടെ വലത്തെ ചൂണ്ടുവിരലിൽ കിടക്കുന്ന മീൻകണ്ണിൻ്റെ കല്ലുള്ള മോതിരത്തിൽ വെയിലടിച്ചു. ചൊറോണയുടെ കണ്ണ് പുളിച്ചു. ഈ പാവാട അലക്കിയൻ്റെ കാശല്ലേ? അത് ഞാനാ സഹിച്ചു. ചൊറോണ മുഷിഞ്ഞ തുണികളുടെ വലിയ ഭാണ്ഡത്തിനകത്ത് അലക്കിയ തുണികളുടെ ചെറിയ ഭാണ്ഡം കെട്ടിവെച്ചു. ലൂസി 3 മുഷിഞ്ഞ മുണ്ടുകളും കുപ്പായങ്ങളും തോർത്തുകളും കൊണ്ടുവന്ന് ചൊറോണയുടെ മുന്നിലിട്ടു. അലക്കിയ കുപ്പായം നിർത്തി നോക്കിയപ്പോൾ ബ്രിജീത്തയുടെ മുഖത്ത് കഷ്ടിച്ചൊരു ചിരി പരന്നു. കറ പോയി ലേ? ആവോ. പോയി. അതിന് ഞാൻ പെട്ട പാട് എനിക്കല്ലേ അറിയോ. രണ്ടാമത്തെ കുപ്പായം എടുത്തപ്പോൾ ബ്രിജീത്തയ്ക്ക് സംശയം തോന്നി. ചായച്ചും ചെരിച്ചും നോക്കി. തുണി പിടിച്ച് തിരുമ്മി നോക്കി. ഇതെൻ്റെ അല്ലേ? അടയാളം നോക്കിക്കൂടറോ. ബ്രിജീത്തയുടെ 7 മുണ്ടിലും 7 കുപ്പായത്തിലും 7 തോർത്തിലും ചൊറോണ ഉംബ്രി എന്ന് അടയാളം കുത്തിയിട്ടുണ്ട്. മുണ്ട് കീറിയാലും അടയാളം പോവില്ല. പാണ്ഡിവാസു അലക്കിക്കൊണ്ടുവരുന്ന വില കൂടിയ മസ്ലിൻ മുണ്ടുകളിലും വിശേഷപ്പെട്ട കുപ്പായങ്ങളിലും BR എന്നാണ് അടയാളം. ലൂസി അലക്കുന്ന തുണികളിൽ അടയാളം ഇട്ടിട്ടില്ല. നമ്മുടെ ഓപ്പം വന്നിട്ടുണ്ട് അറിഞ്ഞാ? ചൊറോണ ബ്രിജീത്തയുടെ മുമ്പിൽ അത്ഭുതത്തിൻ്റെ തുണിക്കെട്ട് അഴിച്ചു വെച്ചു. ഏതോപ്പൻ? തങ്കമ്മേര മോൻ. കൊള്ളിത്തങ്കമ്മേരെ അറിയില്ലേ? ആ പ്രാന്തത്തിയ? അതിന് പ്രാന്തൊന്നുമില്ല. പറ. അവളുടെ നാട് വിട്ടുപോയ ചെക്കൻ ഓപ്പൻ ഓർമ്മയുണ്ടാ? പോയിട്ട് 10-12 കൊല്ലായി. ചത്തുന്നും പറഞ്ഞ് അവള് കൈ ഒഴിഞ്ഞതാ. ബ്രിജീത്ത ഓർമ്മയുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. കുപ്പായത്തിൻ്റെ സംശയത്തിന്മേൽ നിന്ന് വിട്ടിരുന്നില്ല മൂപ്പത്തിയാരുടെ ശ്രദ്ധ. ഓപ്പൻ നോട്ട് കത്തിച്ച് ചായ തിളപ്പിച്ച കാര്യം കേട്ടപ്പോൾ ഒരു ഞെട്ടലോടെ ബ്രിജീത്ത തല പൊക്കി. നീ പോയേരെ അവിടുന്ന്. വല്ല കടലാസാവും. ശങ്കരൻ തെങ്ങുമെന്ന് വീണോട്ടെ എന്ന് ചൊറോണ ആവർത്തിച്ചു. ചൊറോണ പോയിട്ടും ലൂസി പോയിട്ടും ബ്രിജീത്ത ആ ഇരിപ്പിരുന്നു. കേട്ടതൊന്നും ബ്രിജീത്തയുടെ തലയിലേക്ക് കയറി. ഈ ലെന്തൂട്ടങ്ങാണ്ട് ഇക്കുമത്തുണ്ട്. ഇക്കുമത്തൊന്നുമില്ല. ഓപ്പം അറിയാവരത്തെ ആദ്യത്തെ ഗൾഫുകാരനാണ്. 12 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയി. 6-7 കൊല്ലം ബോംബെയിൽ അലഞ്ഞ് തിരിഞ്ഞ് 2 കൊല്ലം ജയിലിലും കിടന്ന് 1 കൊല്ലം കടലിൽ കിടന്ന് കറങ്ങി 2 കൊല്ലം അബുദാബിയിൽ ജോലിയും ചെയ്ത് നാട്ടിലെത്തിയിരിക്കണു. കാശ് പുല്ലാണ്.
മറിയപുരത്തെ കാശ് കയ്യിലില്ലാത്ത കടം വാങ്ങികൾ വായ പൊളിച്ചു നിൽക്കുമ്പോൾ ഈ നാടിൻ്റെ പുത്രൻ നോട്ട് കത്തിച്ച് ചായ തിളപ്പിച്ച് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നു. ഇതെൻ്റെ രക്തമാണ്, നിങ്ങളെല്ലാവരും വാങ്ങി കുടിക്കുവിൻ. ചൊറോണയുടെ കഥ പറച്ചിലിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഓപ്പൻ ലൂസിയുടെ മനസ്സിൽ പതിഞ്ഞുപോയി. അന്ന് പകൽ മുഴുവൻ രാത്രി ഉറക്കം വരുവോളവും അവൾ ഓപ്പനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. അയാളുടെ ഉടുപ്പും നടപ്പും വേഷവും കൂസലില്ലാത്ത നോട്ട് കത്തിക്കലും ഒക്കെ അവൾ സ്വന്തം രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നു.